16-ാമത്തെ ശ്ലോകത്തിലോട്ടാണ്. 15 വരെ കഴിഞ്ഞായിരുന്നു. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതാ ഉഭയോരപി ദൃഷ്ടോന്ത സ്തനയോസ്തത്വദർശിഭി. അസത്തിന്, ഇല്ലാത്തതിന് ഭാവം എന്നുവെച്ചാൽ ഉണ്മ അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള അവസ്ഥ ഇല്ല, ഉള്ളതിന് ഇല്ലായ്മയും ഇല്ല. ഈ രണ്ടിൻ്റെയും, സത്തിൻ്റെയും അസത്തിൻ്റെയും പരമാർത്ഥ സ്ഥിതിയാകട്ടെ തത്വദർശികളാൽ അറിയപ്പെട്ടതുമാണ്. സത്തിനെയും അസത്തിനെയും പൂർണ്ണമായി നിർവചിക്കാൻ പറ്റില്ലെങ്കിലും അനിർവചനീയങ്ങളാണെന്ന് വേദാന്തം കരുതുന്നില്ല. ഇവയുടെ സ്വരൂപം എന്തെന്ന് ഋഷിമാർ വേർതിരിച്ച് കാട്ടി തന്നിട്ടുണ്ട്. മുമ്പില്ലാത്തതും മേലിൽ ഇല്ലാതായി തീരുന്നതും എന്നാൽ ഇപ്പോൾ ഉള്ളതായി കാണപ്പെടുന്നതും എന്തോ അത് അസത്താണ്. ഭൂതകാലത്തിലില്ലാത്ത, ഭാവിയിൽ ഇല്ലാതാവുന്ന ഒന്നിന് വർത്തമാനകാലത്തും ഉണ്മയുണ്ടാവാൻ തരമില്ല. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് ഭ്രാന്തിയാണ് എന്ന് മാണ്ഡൂക്യകാരിയുടെ പ്രഖ്യാപനം ശ്രദ്ധേയമത്. സത്തും അസത്തും, സത്തും അസത്തും, സത്യവും അസത്യവും, അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ മിഥ്യ. അത് സത്തും അസത്ത്. സത്തിനെ അതിന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഈ സത്യം പരമാത്മ ചൈതന്യം മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം അസത്യമാണ്. അസത്യം വെച്ചാൽ എന്തുവാ? ഇല്ലാത്തതെന്നുള്ളതല്ല. അസത്യം അല്ലെങ്കിൽ അസത്ത്, പരമാത്മ ചൈതന്യം മാത്രം സത്താണ്, ബാക്കിയെല്ലാം അസത്താണ്. ഈ അസത്ത് അല്ലെങ്കിൽ സത്യവും മിഥ്യയും, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ബ്രഹ്മസത്യം. ജഗത്ത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്തുവാ? മിഥ്യ എന്ന് വെച്ചാൽ അർത്ഥം ഇല്ലാത്തത്, ശൂന്യം എന്നുള്ളതല്ല, ഇല്ലാത്തതെന്നുള്ളതല്ല, മാറ്റമുള്ളതെന്നുള്ളതാണ്. സത്യം വെച്ചാൽ മാറ്റമില്ലാത്തത്. അപ്പം ബ്രഹ്മം മാത്രമേ ഉള്ളൂ മാറാത്തത്. അപ്പം ബാക്കിയെല്ലാം അസത്താണ്. എന്താണ് ഈ അസത്ത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി തരുന്നത്. ഈ സത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പരമാത്മ ചൈതന്യം മാത്രമാണ് സത്യം, സത്ത്. അപ്പം നമ്മൾ അസത്തിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മറ്റേതാണ് സത്ത്. നമുക്ക് സത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു നമുക്ക് പോകെ നമുക്ക് മനസ്സിലാവും. അത് അസത്ത്. അസത്ത് എന്ന് വെച്ചാൽ എന്താ? മുമ്പില്ല, നേരത്തെ ഇല്ല, നേരത്തെ ഇല്ലാത്തതും മേലിൽ ഭാവിയിൽ ഇല്ലാതായി തീരുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഉള്ളതായി കാണപ്പെടുന്നു എന്തോ അത് അസത്താണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ശരീരം ഉണ്ടായിരുന്നോ? ഇല്ല. ജനിച്ചതിന് ശേഷം ഇപ്പൊ കാണുന്നുണ്ട്. മരണശേഷം ഈ ശരീരം ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെല്ലാം അസത്തുക്കളാണ്. ഈ ശരീരം, ദേഹം അസത്താണ്, സത്തല്ല. നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പോഴുണ്ട്, ഇനി ഭാവിയിൽ ഇല്ലാതാവും ഇത്. അതാ ഈ സത്തും അസത്തും, നേരത്തെയും ഇപ്പോഴും ഭാവിയിലും. എന്നുവെച്ചാല് കഴിഞ്ഞ കാലത്ത്, ഈ സമയത്ത്, ഇനിയും ഭാവിയിലും, ഇതിൽ മൂന്നിലും ഒരേപോലെ നിലനിൽക്കുന്നതാണ് സത്ത്. ഇവിടെ എല്ലാം മാറ്റമുള്ളതാണ്. പക്ഷെ നമുക്ക് പുറമെ നോക്കുമ്പോൾ മാറ്റമില്ലെന്ന് തോന്നുമെങ്കിലും അത് മാറിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും അതിന്റെ പഴക്കം, അത് നാശത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏത് വസ്തുക്കളായാലും ഈ പ്രപഞ്ചത്തിൽ. അപ്പൊ ആ സത്തിനെയും അസത്തിനെയും നമ്മൾ തിരിച്ചറിയണം. ശരിക്കും ഒരു ഡെഫിനേഷൻ ഇല്ല ഇതിനൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് അതിന് മനസ്സിലാക്കാം. അതാ അസത്തിനെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. മുമ്പില്ലാത്തതും മേലെ ഇല്ലാതായി തീരുന്നു, എന്നാൽ ഇപ്പോൾ ഉള്ളതായി കാണപ്പെടുന്നു എന്തോ അത് അസത്താണ്. ഭൂതകാലത്തിൽ ഇല്ലാത്ത, ഭാവിയിൽ ഇല്ലാതാവുന്ന ഒന്നിനെ വർത്തമാനകാലത്തും ഉണ്മയുണ്ടാകാൻ തരമില്ല. ഉണ്മ വെച്ചാൽ അതിന്റെ എസൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതെങ്ങനെ ഉണ്മയുണ്ടാകാൻ തരമില്ല. ഉണ്ടെന്ന് തോന്നുന്നത്, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് ഭ്രാന്തിയാണ് എന്ന് മാണ്ഡൂക്യകാരിയുടെ പ്രഖ്യാപനം. മാണ്ഡൂക്യം ഉപനിഷത്തിന്റെ പ്രകടന ഗ്രന്ഥമാണ് മാണ്ഡൂക്യകാരി. അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഇല്ലാത്തത് വെച്ചാൽ, ഇല്ലാത്ത മീൻസ് മാറ്റമുള്ളതാ, അത് മാറുന്നില്ലെന്ന് നമുക്ക് തോന്നും, അത് അങ്ങനെ നിൽക്കുമെന്ന് നമുക്കൊരു തോന്നലുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പലതും, നമ്മുടെ മനസ്സ് ഒന്നാലോചിച്ച് നോക്കി, നമ്മുടെ ശരീരം ഇങ്ങനെ, ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ ഞാനെന്ന് പറയുന്ന ഘടകത്തിന് മാറ്റമുണ്ടോ?
ഇപ്പൊ നമ്മളിപ്പോ എത്രയോ ജനിച്ചിട്ട് എത്രയോ വർഷങ്ങളായി ഓരോരുത്തരും. ഈ എന്റെ ശരീരം വളർന്നെങ്കിലും മനസ്സ് അതേപോലെ. മനസ്സ് വെച്ചാൽ ഞാൻ ജീവാത്മാവ് അതേപോലെ. മനസ്സിനും ബുദ്ധിക്കും മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനെന്ന ജീവാത്മാവുണ്ടല്ലോ, എന്റെ മനസ്സ് പറയുന്നല്ലേ പറഞ്ഞത്, എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, അല്ലെങ്കിൽ എന്റെ ശരീരം, ഇത് ഞാനല്ല. ഇത് മൂന്നും ഞാനല്ലല്ലോ. ഈ ഞാനെന്ന ഭാവത്തിന്, ഞാൻ ജീവാത്മാവിന് മാറ്റമില്ല. നമ്മളൊക്കെ ഈ ശരീരം കൊച്ചിലെ ഉണ്ടായിരുന്ന അതേ ജീവാത്മാവ് തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ശരീരം പ്രായമായെങ്കിലും മനസ്സ് വെച്ചാല് ജീവാത്മാവിന് പ്രായമില്ല. പക്ഷെ ജീവാത്മാവിന്റെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി ഇതിന് സമയമായിട്ട് ബന്ധിതമാണ്. സമയം അനുസരിച്ച് അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ജീവാത്മാവിന് അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ പഴയ നമ്മളെല്ലാവരും പ്രായം കൊണ്ട് ഇപ്പൊ ഇത്രയും പ്രായമായെങ്കിലും ഞാൻ ഈ മാറ്റമില്ലാത്ത ഒരു ഞാനാണ് എപ്പോഴും. ഞാൻ ജനിച്ചപ്പോ ഞാൻ എന്നുള്ള ഭാവം വന്നത് ആ ഞാൻ തന്നെയാണ് ഇപ്പോഴും. അല്ലാതെ ശരീരം അന്ന് ചെറിയ ശരീരമായിരുന്നു, അത് ബുദ്ധി ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ഞാൻ എന്ന ജീവാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുഭവമാണ്. നമ്മുടെയൊക്കെ ഇത്രയും പ്രായമൊക്കെ ആയെങ്കിലും ജീവാത്മാവ് അത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം. നമ്മൾ പറയുന്നത് എന്റെ മനസ്സത് തന്നെ. ഈ ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും വേർതിരിച്ചറിയിപ്പിക്കുക. പരമാത്മ ചൈതന്യം സത്താണ്. സത്യം വെച്ചാൽ മാറ്റമില്ലാത്തതാണ്. ബാക്കി ഈ പ്രപഞ്ചത്തിൽ ഇവിടെ ഉള്ളതെല്ലാം മാറ്റമുള്ളതാണ്, ഇൻക്ലൂഡിങ് സൂര്യനും. അത് പ്രപഞ്ചത്തിലുള്ള ഏതുണ്ടോ അതെല്ലാം മാറ്റമുള്ളതാണ്. അപ്പൊ മാറ്റമുള്ളത് എന്തുവാ? നേരത്തെ ഇല്ലായിരുന്നു, ഭാവിയിൽ അത് ഇല്ലാതാകും, പക്ഷെ ഇപ്പൊ കാണപ്പെടുന്നു. ഇപ്പൊ ഇതെല്ലാം അസത്താണ്. 3 കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന എന്തോ അതത്രേ സത്ത്. ത്രികാല അബാധിത വസ്തു. ഇരുട്ടിൽ മരക്കുറ്റിയെ ആളായി അതിനൊരു എക്സാമ്പിൾ പറയാം. ഇരുട്ടിൽ മരക്കുറ്റിയെ ആളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ആളാണതെന്ന തോന്നൽ അസത്താണ്. ഉള്ളത് മരക്കുറ്റി, സത്ത്. അത് കാണായികയാൽ ഇരുട്ടിൽ ആളാണെന്ന് തോന്നി. വെളിച്ചത്തിൽ നോക്കിയപ്പോൾ ആളെ കാണാനില്ല, മരക്കുറ്റി മാത്രമേയുള്ളൂ. അതിനാൽ കാണപ്പെട്ട ആൾ അസത്ത്. അപ്പൊ മരക്കുറ്റി, നമ്മൾ സന്ധ്യസമയത്തും ഒരു മരക്കുറ്റിയെ കാണുമ്പോൾ ആരോ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. നമ്മൾ പുതിയ സ്ഥലത്ത് ചെല്ലുന്നു. ഇപ്പൊ അവിടെ നേരത്തെ ഒരു മരക്കുറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. സന്ധ്യ സമയത്ത് നോക്കുമ്പോൾ, വെളിയിൽ നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുന്നു. ആരാണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോ അതൊരു മരക്കുറ്റി. പക്ഷെ നമ്മൾ ആ മരക്കുറ്റിയെ കാണുന്നില്ല. നമ്മളൊരാൾ നിൽക്കുന്നു, നമുക്ക് ആരോ നിൽക്കുന്നു, അവിടെ ആരോ നിന്ന് എന്നെ നോക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പൊ അവിടെ ആളുണ്ടെന്നുള്ള എന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ, ആരോ നിൽക്കുന്നു അവിടെ. അസത്ത്. ലയിച്ച് ചേർന്ന് മ്യൂട്ട് ചെയ്യണേ. ഞാൻ കണ്ട ആളാണ് അസത്ത്. അപ്പൊ അവിടെ ഉള്ളത് എന്താ? മരക്കുറ്റിയ. ആ മരക്കുറ്റി സത്താണ്. പക്ഷെ അതിൽ ഞാൻ കണ്ട ആള് അസത്താണ്. എനിക്ക് തോന്നി അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട്. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് മരക്കുറ്റിയാണെന്ന്. ലൈറ്റ് അടിക്കാതിരിക്കുന്നിടത്തോളം കാലം അവിടെ ആരോ നിപ്പുണ്ടെന്നുള്ള ഒരു അനുഭവം എൻ്റെ. ഇതുപോലാണ് നമ്മൾ വേറെ കയറും പാമ്പ്, രജ്ജു സർപ്പം എന്ന് പറഞ്ഞ സന്ധ്യസമയത്ത് കയറ് കിടക്കുന്നു. നമ്മൾ അതിനെ കയറി ഒന്ന് അറിയാ ചവിട്ടിയപ്പോൾ ആ കയറിന്റെ ഏതോ ഇതുപോലെ നമ്മുടെ കാലിൽ നിന്ന് കുത്തുന്നു അവിടെ. പാമ്പ് കടിച്ചായിട്ട് നമുക്ക് പാമ്പ് കടിച്ചു. സന്ധ്യക്ക് പാമ്പ് കടിച്ചു. ആ കയറി കയറി ഞാൻ ചവിട്ടുകയും ചെയ്തു. ഏതിന്റെ പുറത്തുനിന്നൊക്കെ ചവിട്ടി ഏതോ ഒന്ന് കുത്തിയായിട്ട് തോന്നി. അപ്പൊ എനിക്ക് കിടക്കുമ്പോ ഒരു പാമ്പിന്റെ കൂട്ട് വളഞ്ഞു കിടക്കുകയാണ്. അപ്പൊ എനിക്ക് ആ പാമ്പ് അസത്താണ് അവിടെ. അപ്പൊ പാമ്പ് കടിച്ചു എന്നുള്ളൊരു അനുഭവം എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര ഒരു പേടിയും ഭയം ഇതൊക്കെ വരും എനിക്ക്. അയ്യോ, എനിക്ക് പാമ്പ് കടിച്ചു. അപ്പോഴാണ് അടുത്ത് നിൽക്കുന്ന ആളുകളെ ടോർച്ചടിച്ച് കാണിക്കുമ്പോ കയറായിരുന്നു. അപ്പം എന്റെ അനുഭവമാണ് പാമ്പ്. ഞാൻ കണ്ട് കിടക്കുന്നു, എന്നെ കടിച്ചു. അത് എന്റെ ഒരു അനുഭവം വന്നു. അത് അസത്താണ്. ടോർച്ചടിച്ച് നോക്കിയപ്പോഴും അത് ആ കയറാണ്, അത് സത്ത്. ഇതുപോലാണ് ഈ ജീവിതത്തിനെ നമ്മുടെ ജീവിതത്തിലുള്ള ഈ പരമാത്മ ചൈതന്യത്തെ നമ്മൾ കാണുന്നില്ല. അതിങ്ങനെ മൂടപ്പെട്ട് കിടക്കുക.
അപ്പൊ നമ്മൾ കാണുന്ന ഈ ശരീരമാണ് ഞാനെന്നങ്ങ് വിശ്വസിക്കുക. ഈ ഞാനെന്ന ജീവാത്മാവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഈ പരമാത്മ ചൈതന്യം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ ഈ കാണുന്ന ശരീരത്തിന് ഇപ്പൊ ഞാൻ ഈ ജീവാത്മാവാണെന്ന് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുക. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സുമല്ല. ഇതാണ് നമ്മൾ ഇതെല്ലാം അസത്താണ്. അപ്പൊ ഈ സത്തിനെ അറിയണം. നമ്മളിപ്പോ ഈ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഞാന് ഇപ്പൊ ഇതെല്ലാം ഇരിക്കുന്ന ഇപ്പൊ നമ്മളൊരു ഭ്രമത്തിലല്ലേ. ഞാനെന്ന് പറയുന്ന ഒരു ജീവാത്മാവാണ്. ആ ജീവാത്മാവിനെ കാണാൻ പറ്റത്തില്ല. ഈ ജീവാത്മാവ് പക്ഷെ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അനുഭവമില്ലേ? ഞാനെന്ന ജീവാത്മാവിന് അനുഭവമുണ്ട്. പക്ഷെ ഈ ജീവാത്മാവ് ഈ അഹന്ത മമത കാരണം, വാസന കാരണം, ഈ വാസന എവിടുന്ന് വരുന്നു? ജന്മജന്മങ്ങളായിട്ട് കൊണ്ടുവന്നതാ. അതേ ആ സൂക്ഷ്മ ശരീരം, രണ്ടും എക്യുപ്മെന്റ്സാ. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. വാസന ഞാൻ കൊണ്ടുവന്നത് കാരണ ശരീരം. ഈ കാരണ ശരീരം സഞ്ചിത കർമ്മമാണ് പ്രാരബ്ധമായിരിക്കുന്നത്. ഈ പ്രാരബ്ധം അനുഭവിക്കുന്നത് എങ്ങനെയായി? ജീവാത്മാവിന് എന്തെങ്കിലും ഇല്ലെങ്കിൽ, ഇവിടെ ഉപാധികളില്ലെങ്കിൽ അനുഭവം ഉണ്ടാവത്തില്ല. എൻ്റെ ഈ മനസ്സും എന്നുവെച്ചാൽ അന്ധകരണവും സൂക്ഷ്മ ശരീരവും ഈ സ്ഥൂല ശരീരവും, ഇതിൽ കൂടാണ് ഞാൻ ജീവാത്മാവ് അനുഭവിക്കുന്നത്. മരിച്ചു കഴിയുമ്പോഴോ, ഈ ശരീരം വിട്ടു പോകുമ്പോഴോ, അയാൾ മരിച്ചുപോയി, ആ ജീവാത്മാവ് പോയി, പക്ഷെ അവിടെ ശരീരം കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വിചാരിക്കുന്നതോ ഞാൻ ശരീരമാണ്, ഈ ശരീരം സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ജനിച്ചു, ഞാൻ ഇങ്ങനെ മരിക്കുന്നത്, ഞാൻ സത്യം കാണുന്നില്ലേ? ഇത് സത്യമല്ലേ? ഈ സ്വപ്നമല്ലല്ലോ, നമ്മൾ പരസ്പരം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ശരിക്കുള്ള അനുഭവമാണ്. പക്ഷെ ഈ അനുഭവം ഒരു ഭ്രമമാ. കാരണം ഈ ശരീരം നേരത്തെ ഇല്ലായിരുന്നു, ജനിച്ചപ്പോൾ ഉണ്ടായതാ. ഈ മരണശേഷം ഈ ശരീരം ഇല്ലാതാവും, അത് കത്തി ചാമ്പലായി പോവും. അപ്പം ഈ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കാണ് ഉള്ളതായിട്ട് തോന്നുന്ന ഈ ശരീരം എൻ്റെ ഒരു തോന്നല, മാറ്റമുള്ളതാ. അത് ഞാനല്ല, അസത്താണത്. പക്ഷെ ഞാൻ സത്വല്ലേ. ഈ ശരീരത്തിൽ കൂടെ, ഈ ശരീരം നശിക്കുന്നതാണെങ്കിലും ഈ ശരീരത്തിൽ കൂടെ ഒരു ചൈതന്യവത്തില്ലേ, ഒരു സത്തായിട്ടുള്ള സംഗതിയോ ഉണ്ടായോണ്ടല്ലയോ ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഈ നശ്വരമായ ശരീരത്തിൽ കൂടെ അനശ്വരമായ വെച്ചാല് നശിക്കാത്ത ഒരു ചൈതന്യം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളിപ്പോ തിരിച്ചറിയേണ്ട എപ്പോഴും ഒരു ഉത്തമ ബോധ്യം വരണ്ടേ, എന്നിലൊരു ചൈതന്യമുണ്ട്, ഈശ്വരനുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. എന്നിലൊരു ഈശ്വരൻ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. ഈശ്വരൻ വെളിയിലോ എവിടെയോ, എന്നിലുള്ള ആ ഈശ്വരനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. അതിങ്ങനെ മൂടപ്പെട്ട് കിടക്കുക, അനാവരണം ചെയ്യണം. നമ്മളിലുള്ള ഈ ഈശ്വരനാണ് ഞാനെന്നുള്ള ഉത്തമ ബോധ്യം നമ്മൾ ആ മനസ്സിനെ പരിശീലിപ്പിക്കണം. ആ ബോധ്യത്തിലോട്ട് ഞാൻ ഉറയ്ക്കും തോറും എൻ്റെ വാസനകളിൽ നിന്ന്, എൻ്റെ ശീലങ്ങളിൽ നിന്ന് ഞാൻ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങും. നമ്മൾ ഈ സത്യത്തെ, ഇതൊരു പരമാർത്ഥ സത്യമാണ്, അല്ലാതെ ഒരു വിശ്വാസമല്ല എഴുതി വെച്ചേക്കുന്നത്. നമ്മളിലുള്ള ഈശ്വര ചൈതന്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്, കർമ്മം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജഡമായി കഴിഞ്ഞു. ഈ ഈശ്വരനുമായിട്ട് എനിക്ക് കണക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ ജഡമാണ്. ഈ സത്തായിട്ടുള്ള ഈ ചൈതന്യം, അതിലാണ് ഞാൻ അസത്തായ ഞാനിരിക്കുന്നത്. ഞാനെന്നുവെച്ചാൽ എൻ്റെ ദേഹങ്ങൾ, ഈ ഞാനെന്ന് പറയുന്ന ആരാ? ഈശ്വരന്റെ അംശമാ. വാസന ഉണ്ടായോണ്ടാണ് ഈ ശരീരമൊക്കെ. വാസന എൻ്റെ സഞ്ചിത കർമ്മം ഇല്ലെങ്കിലോ പിന്നെ എനിക്ക് ശരീരം എടുക്കത്തില്ല, ജന്മം എടുക്കത്തില്ല. ഞാൻ ഈശ്വരനുമായിട്ട് ലയിച്ചു കഴിഞ്ഞു, പിന്നെ ജന്മമില്ല. ഇതൊക്കെ പരമാർത്ഥ സത്യങ്ങളാ. നമ്മൾ ഇതിനെയൊക്കെ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോഴതൊക്കെ അറിയുന്നു. പക്ഷെ അപ്പോഴോ ഇതൊക്കെ പറയുന്നു ശരിയാണോ ആർക്കറിയാം? നമുക്ക് ഇതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ നമ്മൾ എത്രയോ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ, നമ്മൾ ഓരോ സബ്ജക്ട് താഴ്ന്ന ക്ലാസ് കൂടെ ഹയർ ലെവലിലോട്ടൊക്കെ വരുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കറിയാം ഇത് സത്യമാണോ എന്ന്? ഇത് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നു. നമ്മൾ അങ്ങനെയാണോ അത് പഠിക്കുന്നേ? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടോ? ആർക്കറിയാം ഈ ബുക്കിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് സത്യമാണോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പക്ഷെ നമ്മൾ ഇവിടെ വായിക്കുമ്പോഴേ ഇതൊക്കെ പറയുന്നു ശരിയാണോ എന്തുവാന്നാ നമ്മുടെ ഇതിനെ ഡൗട്ട് ചെയ്യും. അപ്പൊ അതേസമയത്ത് നമ്മൾ ഭൗതിക ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ അതിനെയെല്ലാം ടോട്ടലായിട്ട് നമ്മൾ അംഗീകരിച്ച് അതിനെ നമ്മൾ ഹൃദയസ്ഥമാക്കുക. നമ്മൾ അവിടെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ സയന്റിസ്റ്റുകളെല്ലാം പ്രൂവ് ചെയ്ത് കണ്ട് പ്രിൻസിപ്പിൾസാ.
അതെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ. നമ്മൾ അവരെ ഒന്നും ഡൗട്ട് ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ ഋഷിമാരെഴുതിയ ഈ ശാസ്ത്രങ്ങളോ നമ്മൾ ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ ഭൗതികമായിട്ട് എഴുതിയ സയന്റിസ്റ്റിൽ കണ്ടുപിടിച്ച് അത് ശാസ്ത്രങ്ങൾ പൂർണ്ണമല്ല, അത് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ പോലും നമ്മൾ അതെല്ലാം സത്യമാണെന്നുള്ള രീതിയിൽ സയൻസും എല്ലാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏതെല്ലാം സബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ ആസ് സച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് പഠിക്കും, അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളോ പഠിക്കുമ്പോഴേ നമ്മൾ ഇതിനെല്ലാം നമ്മുടെ മനസ്സ് ക്വസ്റ്റ്യൻ ചെയ്യും. ഇതൊക്കെ ശരിയാ, ഇതൊക്കെ ഇങ്ങനെ ഓക്കെ, നമ്മൾ അതിനെ ടോട്ടലായിട്ട് ഉൾക്കൊള്ളത്തില്ല. അതെന്താ അത്? നമ്മൾ അതേ സമയത്ത് വേറെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ഒന്നും ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് തോന്നതേ ഇല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് പലരും ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ പറയാൻ കൊള്ളാം, പറയാനൊക്കെ എളുപ്പം. പക്ഷെ ഇതൊക്കെ ഇതൊന്നും ഒക്കത്തില്ല. എനിക്ക് തന്നെ വളരെ എന്നോട് ചില കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് ഒക്കത്തില്ല. ഇതൊക്കെ പ്രാവർത്തികമാക്കി കാണിച്ച് ഋഷിമാരുടെ അനുഭവം എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ ഇവരെ ഒന്നും അതൊക്കെ പ്രാചീനമായിട്ടുള്ള അവരെ കണ്ടല്ലേ ഒരു പ്രാകൃത മനുഷ്യരെ എന്തോ എഴുതി വെച്ചെന്നുള്ള രീതിയിലൊക്കെയാ പലരും ബുദ്ധിജീവികളൊക്കെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ ഉൾക്കൊണ്ടാൽ നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത വരും, സമാധാനം വരും. ഇതൊരു പരമമായ സത്യമാണ്. ഇതിനെ ഉൾക്കൊണ്ട് നമ്മൾ ഓരോന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് നമുക്കും സത്യമാണെന്ന് തോന്നും. ഭഗവത്ഗീതയിൽ എഴുതി വെച്ചേക്കുന്നുണ്ടല്ല, ഇതൊക്കെ എനിക്കും അനുഭവമാവുന്നു എന്നുള്ള ധാരണ നമുക്ക് എല്ലാവർക്കും വരും. അത് പക്ഷെ നമ്മൾ ഇതിനെ ആ രീതിയിൽ ഒരു ആർജവത്തോടുകൂടി എന്തുവാ അർജുൻ ആർജവമുള്ളവനാ. ഇതിനെ ക്യൂരിയസ് ജിജ്ഞാസുവാ, അറിയണം. നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ അറിയാവുന്നത് മാത്രമാണ് സത്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനെയാണ് ഈ ബുദ്ധിജീവികളല്ല. നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്നതല്ല, ആ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു. നമ്മളിലുള്ള ഒരു ചൈതന്യവത്വം ഇല്ലെങ്കിൽ അത് ജഡമായി കഴിയും. എന്നിലൊരു ഈശ്വരന്റെ അംശം ഉണ്ടായതുകൊണ്ടാണ് ഇതെനിക്ക് എല്ലാം അനുഭവിക്കുന്നത്, ചിന്തിക്കാൻ പറ്റുന്നത്. ആ ഈശ്വരന്റെ പ്രസൻസിലാണ് ഞാൻ ഈശ്വരനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇതൊന്നും ഇല്ല. നിരീശ്വരവാദികളെല്ലാം പറയുന്നത് ഈ ഒരു ഈശ്വരനിൽ ഇരുന്നുകൊണ്ടാണ് ഈശ്വരൻ ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഒരു സത്തുണ്ട്. നമ്മളെല്ലാം അസത്താണ്. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ജഡങ്ങളാണ്. ഈ സത്തം ചെന്തുക ഇന്നലെയും ഇന്നും നാളെയും എല്ലാം 3 കാലത്തും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും എല്ലാം ഒരേപോലെ നിലനിൽക്കുന്നു. പക്ഷേ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെയോ അതേപോലെ നിലനിൽക്കാന്നോ? മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അസത്താണ്. അതിന്റെ എക്സാമ്പിൾസാ പറഞ്ഞത്. ഈ മരക്കുറ്റിയുടെയും ആളുമായിട്ടുള്ള തോന്നൽ നമുക്കിടെ ഭ്രമമാണ്. ഇതൊക്കെ അതാ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശരിക്കും സത്യങ്ങളെ ഉൾക്കൊള്ളണം. പക്ഷെ വ്യാവഹാരികത തലത്തിൽ നമ്മൾ ഇതിനെ രണ്ടിനെ മിങ്കിൾ ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം പാരമാർത്ഥിക സത്യങ്ങളാ. വ്യാവഹാരികതയിൽ ഇതിനെ അപ്ലൈ ചെയ്തുകൂടാ. ഇത് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നതിന്റെ പുറകിലുള്ള നമ്മുടെ മൈൻഡിൽ ഇതുണ്ടായിരിക്കണം. അപ്പൊ ഇതിനകത്ത് പറയുന്നില്ലയോ, നമ്മളാരും ശരീരമല്ല, ഞാൻ ശരീരമല്ല. അപ്പം ഈ ശരീരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വ്യാവഹാരികതയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒക്കത്തില്ല. സോ അത് രണ്ടും, ഭൗതികതയും ആത്മീയതയും നമ്മൾ പാരലായിട്ട് കൊണ്ടുപോകണം. കാരണം അത് കോംപ്ലിമെന്ററി ഈച്ചതരാ. പക്ഷെ ഒന്നിന്റെ പ്രിൻസിപ്പിൾ എടുത്ത് മറ്റേതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ഈ ജീവാത്മാവാണ്. ഈ ജീവാത്മാവിന്റെ അനുഭവങ്ങൾ അനുഭവിക്കേണ്ട എൻ്റെ മനസ്സും ബുദ്ധിയും ഇതെന്റെ രണ്ടും എൻ്റെ എക്യുപ്മെന്റ്സ് ആണ് ജീവാത്മാവിന്റെ. ഇത് ഞാനല്ലെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവണം. പക്ഷെ ഈ ശരീരമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ധർമ്മങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് വ്യാവഹാരിക ധർമ്മം എന്ന് പറയുന്നത്. പാരമാർത്ഥിക ധർമ്മമോ എൻ്റെ മനസ്സിന്റെ സ്വസ്ഥതയാണ്. ഞാൻ ഓരോ കർമ്മം ചെയ്യുമ്പോഴും എങ്ങനെ ചെയ്യണം, അത് ധർമ്മത്തിലായിരിക്കണം. എൻ്റെ വികാരത്തിന് അടിമപ്പെട്ട് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കരുത്. അങ്ങനെ ഞാൻ ഇഷ്ടാനിഷ്ടങ്ങൾ അടിമപ്പെട്ട് ചെയ്താലുള്ള കുഴപ്പമെന്താ? ഞാൻ കൂടുതൽ ദുരിതത്തിലോട്ട് നീങ്ങും. അതേ സമയത്താണ് ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറി ധർമ്മത്തിൽ ചെയ്ത ധർമ്മം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ധർമ്മം എന്താണ്, ശരി എന്താണ്? ശരി എൻ്റെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ശരിയും ഓരോരുത്തരുടെ ഇഷ്ടവും ഓരോ വിധത്തില്ല. അപ്പം എല്ലാ ശരികളും ധർമ്മമല്ല. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ശരികളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ശരികളിൽ കർമ്മം ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ടത് ധർമ്മത്തിലായിരിക്കണം.
ധർമ്മം എന്താണെന്ന് നമ്മൾ വിവേചിച്ചറിയണം. അത് വിവേകമാണ്. നാം ഈ വികാരത്തിലായിരിക്കരുത് കർമ്മങ്ങൾ ചെയ്യുന്ന, വിവേകത്തിലായിരിക്കണം. അപ്പം ഈ അതിനകത്തിൽ ബേസിക്സ് ഇതെന്താ? സത്തും അസത്തുമാണ്. എന്നിൽ ഒരു സത്തായിട്ടുള്ള ചൈതന്യമുണ്ട്. ഈ ജീവാത്മാവ് സത്താണ്, ഈശ്വരന്റെ അംശമാണ്. അതിൽ അഴുക്ക് ചേർന്നുകൊണ്ടാണ് എനിക്ക് ഈ ഭ്രമം ഉണ്ടാവുന്നത്. ഈ അഴുക്കാണ് എൻ്റെ വാസന. നമ്മളെല്ലാം അത് എൻ്റെ 3 കാലത്തും മാറ്റമില്ലാതെ ഇതിനകത്ത് ഭ്രമത്തിന് പറയുന്നുണ്ടല്ലോ. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് ഭ്രാന്തിയാണ്. അതാ ഞാൻ ഈ ശരീരമാണെന്നുള്ള എൻ്റെ നമുക്ക് തോന്നില്ലേ ഞാൻ ശരീരമാണ്? ഇത് സത്യമല്ലേ? ഇത് ജാഗ്രതയിൽ ഞാനൊരു ശരീരമല്ലേ? ഇതൊരു ഭ്രമമാണ്. ഞാൻ ഈ ശരീരമല്ല. കാരണം ഇത് രണ്ടും, ഈ ജീവാത്മാവാണ് ഞാൻ. പക്ഷെ നമുക്ക് ഈ ശാസ്ത്രം പഠിക്കുന്നവരെ നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്നോ ഗുരുമുഖത്തു നിന്നോ അല്ലാതെ നമുക്ക് ഞാൻ ജീവാത്മാവാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുന്നു. നമ്മളിപ്പോ ഈ മീഡിയയിൽ കൂടെയും നമ്മൾ യൂട്യൂബിൽ കൂടെയൊക്കെ പല പല പ്രഭാഷണം കേട്ടൊക്കെ ജീവാത്മാവ് പരമാത്മാവ് എന്ന് ഇതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ജീവാത്മാവാണെന്ന് ആർക്കെങ്കിലും നമ്മുടെ കോമൺ സെൻസിൽ നിന്ന് കിട്ടുമോ? സാമാന്യ ബുദ്ധിയിൽ നിന്ന് കിട്ടുമോ? അത് ഇല്ല. ഈ ശാസ്ത്രങ്ങൾ നമ്മൾ ആരും പഠിക്കാറില്ല. ബ്രഹ്മചര്യത്തിൽ കുട്ടിക്കാലത്ത് പഠിക്കേണ്ടതാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം. അതൊക്കെ നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും പഠിക്കാൻ പറ്റി. അപ്പൊ ഇതിനെയൊക്കെ ഉൾക്കൊള്ളുക. നമ്മുടെ ഒരു ഭ്രമത്തിലാണ് നമ്മളൊരു ഈ ഭ്രമമാണ് മായ എന്ന് പറയുന്നത്. നമ്മളെല്ലാം മായയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് പരസ്പരം, പക്ഷേ യഥാർത്ഥത്തിൽ കാണുന്നില്ല. നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരങ്ങളെയാ. ശരീരം ഞാനല്ലല്ലോ. പക്ഷെ നമ്മൾ പരസ്പരം ജാഗ്രത കാണുന്നുണ്ട്. നമ്മൾ പരസ്പരം കാണുന്നുണ്ട്. ശരിയല്ലേ? ഇതല്ലേ സത്യമല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് സത്യമല്ല. നമ്മൾ കാണുന്നില്ല. കാരണം ശരീരമല്ല ഞാൻ. കാരണം നമുക്ക് എപ്പോൾ മനസ്സിലാവുന്നു? മരിച്ചു പോകുമ്പോൾ ശരീരം അവിടെ കിടക്കും, പക്ഷെ ആ വ്യക്തി പോയി. ആ ജീവാത്മാവ് അവിടെ നിന്ന് വിട്ടുപോയി. പക്ഷെ ആ ഉപകരണം അവിടെ ഇട്ടിട്ട് പോയേക്കുക, പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ. അതാണ് ശരീര മനോബുദ്ധി തലങ്ങളിൽ വിഷയവികാര വിചാരങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതം ആദിയും അന്തവും ഉള്ളതാകയാൽ സത്യമല്ല. ശരീര മനോബുദ്ധി തലങ്ങളിൽ ശരീരത്തിന്റെ വിഷയം, മനസ്സിന്റെ വികാരം, ബുദ്ധിയുടെ വിചാരം അനുഭവിച്ചു കൊണ്ടുള്ള നമ്മുടെ ജീവിതം ആദിയും അവസാനവും ഉള്ളതാകയാൽ സത്യമല്ല. പക്ഷെ നമ്മളെന്ത് വിചാരിക്കുന്നത്? അയ്യോ, എൻ്റെ ജീവിതം സത്യമല്ലയോ? ഇത് മാറിക്കൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ ആരും സത്യം, ഈ എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വസ്തു, എൻ്റെ പണം, എൻ്റെ ജോലി, ഇതൊക്കെ നമുക്ക് വിടുമ്പോൾ നമുക്കെല്ലാം ഒരു ഭയമാണ്. ഓരോരുത്തർ പോകുന്നു. നമ്മളെ ഇതൊന്നും ശാശ്വതമല്ല. നമ്മളെല്ലാം ഇത് ശാശ്വതമായി നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരുന്നിട്ട് അതൊരു ഫൂളിഷ്നെസ് അല്ലേ അത്? അപ്പൊ സത്യങ്ങളെ മനസ്സിലാക്കിയാൽ നമ്മൾ ദുരിതത്തിലോട്ട് പോകത്തില്ല. സത്യത്തിനെ മനസ്സിലാക്കുക. ഈ ജീവിതാന്ത്യം സത്യമല്ല, നശ്വരമാണ്, നശിക്കുന്നതാണ്. അനുനിമിഷം ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു, മനസ്സ് വികസിക്കുന്നു, ബുദ്ധി വളരുന്നു. ഈ മാറ്റവും വികാസവും വളർച്ചയും ഒക്കെ സംഭവിക്കുന്നത് മുമ്പത്തെ അവസ്ഥ പോയി പുതിയ അവസ്ഥ വന്നുകൊണ്ടാണ്. ഈ പരിണാമ പ്രക്രിയ പഴയ അവസ്ഥ മരിക്കലും പുതിയ അവസ്ഥ ജനിക്കലും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീര മനോബുദ്ധികളെല്ലാം തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ സത്യമല്ല എന്ന് ചുരുക്കം. നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മുടെ ജീവിതം സത്യമാണെന്ന്. ഇത് സത്യമല്ല. അപ്പൊ നമ്മൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു, ഇതും മാറും, ഇതിങ്ങനെ നിൽക്കത്തില്ല. ദുഃഖം വരുന്നു, അതങ്ങനെ നിൽക്കത്തില്ല. അപ്പൊ നമ്മളെ ഇതിനകത്ത് കിടന്ന് മുങ്ങിത്താഴാതെ സാക്ഷിപഥത്തിൽ മാറി നിന്നാൽ നമുക്ക് സ്വസ്ഥമായി ഇതിനെയെല്ലാം അംഗീകരിക്കാൻ പറ്റും. ഇല്ലെങ്കിലോ അയ്യോ എനിക്ക് ദുരിതം വരരുത്, എനിക്ക് നല്ലതേ വരാവൂ. നമ്മുടെ വിഷസ് ഇങ്ങനെയൊക്കെയാ. പക്ഷെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. നമ്മുടെ മൈൻഡ് ബാലൻസ്ഡ് ആവും, സമചിത്തതയാവും. എന്നാൽ ഇവയ്ക്ക് പിന്നിൽ ഒരു സത്യവസ്തു, നമ്മുടെ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്ന ഏതിലാ? ഈ ചൈതന്യത്തില്ല. മാറാത്ത ഒരു വസ്തു നമ്മളിലുണ്ട്. എന്നാൽ ഇവയ്ക്ക് പിന്നിൽ ഒരു സത്യവസ്തുവില്ലേ? മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ മാറാത്ത ഒരു ആധാരം വേണമല്ലോ. പുഴയിൽ വെള്ളം ഒഴുകാത്ത ഇളകാത്ത ഒരടിത്തട്ട് അതിന് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ജീവിത പ്രവാഹത്തിനും ഒരാധാരം ഉണ്ടാവണം. ഏതൊന്നിനെ ആശ്രയിച്ചാണോ മാറിക്കൊണ്ടിരിക്കുന്ന
ശരീര മനസ്സ് ബുദ്ധി ഉപാധികളിലൂടെ നശ്വര വിഷയങ്ങൾ ഭുജിച്ചുകൊണ്ട് നിത്യപരിണാമിയായ ജീവിത പ്രവാഹം സംഭവിക്കുന്ന അതത്രയും മാറ്റമില്ലാത്ത സദ്വസ്തു. നമ്മുടെ ഈ അനുഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ഈ ചൈതന്യത്തിലാണ്. ഈ ചൈതന്യം കൊണ്ടാണ് എനിക്കിതെല്ലാം അനുഭവമായിട്ട് വരുന്നത്. മാറാത്ത ഒരു വസ്തു എന്നിലുണ്ട്. നമ്മൾ അതിനെ തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യണം. നമ്മൾ ഈ വസ്തു വെളിയിൽ എവിടെയോ ഇരിക്കുന്നതായിട്ട് വിചാരിക്കരുത്. നമ്മളിലുള്ള ഈശ്വര ചൈതന്യം എന്നിൽ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് എല്ലാ അനുഭവങ്ങളും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഉത്തമ ബോധ്യം നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കണം. ശരീരത്തിന് പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിലൂടെ ഉള്ള അനുഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോഴും അവയ്ക്കെല്ലാം ആധാരമായി മാറാത്തൊരു സത്യം മാലയിൽ നൂലെന്ന പോലെ അനസ്യൂതമായി നമ്മൾ വർത്തിക്കുന്നുണ്ട്. അതിനെയാണ് ചൈതന്യം അഥവാ ആത്മാവെന്ന് പറയുന്നത്. നമ്മളിലൊരു ചൈതന്യമുണ്ട്. ചൈതന്യത്തിന്റെ മംഗളസ്വരൂപ ചൈതന്യം ചില നമുക്ക് ആ ജീവന്റെ അവസ്ഥയെ പറയുന്ന ചൈതന്യം. ജീവൻ വിട്ടാലോ ആ ജീവൻ എന്ന് പറയുന്നത് എന്തുവാ? ഈ പരമാത്മ ചൈതന്യം വാസനയോട് ചേരുമ്പോഴാണ് ജീവനാവുന്നത്. പരമാത്മ ചൈതന്യം എന്റെ വാസനയിൽ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ഈ ജീവൻ വരുന്നത്. അതാണ് ജീവാത്മാവ്. അപ്പോ ഈ പരമാത്മ ചൈതന്യമാണ് എന്റെ വാസനയിലോട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ചൈതന്യമാവുന്നത്, ലൈവാവുന്നത്. അതാണ് ഞാൻ. അല്ലാതെ ഈ ശരീരവും മനസ്സും ബുദ്ധിയും അല്ല. ഞാൻ ഈ ഈശ്വരന്റെ അംശവാ. പല ജന്മങ്ങളിൽ കൂടെ എന്നിൽ കുറച്ച് അഴുക്ക് പുരണ്ടുപോയി. ആ അഴുക്കല്ല ഞാൻ. അതാ ഈ അഴുക്കാണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നാ നമ്മൾ വിചാരിക്കുന്നത്. ഈ ഇഷ്ടാനിഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ കളഞ്ഞാൽ ഞാൻ ഈശ്വരനാവും. ഈ ഈശ്വരനാണ് എന്റെ അൾട്ടിമേറ്റ് പീസ്, എനിക്ക് സ്വസ്ഥത, സമാധാനം. അതാണ് സത് ചിത് ആനന്ദാവസ്ഥ. നമുക്കിപ്പോൾ ഒരു സുഖം ഉണ്ടായാലോ അത് കുറച്ച് നേരത്തേക്കേ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ദുരിതമായി കഴിഞ്ഞു, ദുഃഖമായി കഴിഞ്ഞു, അടുത്ത ചിന്തകളായി കഴിഞ്ഞു. നമ്മൾ ഏതൊരു സുഖം അനുഭവിക്കുന്നതും നൈമിഷികം. അതിന് നിലനിൽപ്പില്ല. ആ സുഖം മാറിക്കൊണ്ടേയിരിക്കുന്നു. ചില സുഖം മാറി അടുത്ത ദുഃഖത്തിലോട്ടാ, പിന്നെ ഒരു സുഖം വരും, പിന്നെ ഒരു ദുഃഖം വരും. ഈ മാറ്റങ്ങളിൽ നടക്കുന്നതെല്ലാം ചൈതന്യമുള്ള ഈ ഈശ്വരനിലാണ്. അത് നമ്മൾ അറിയുന്നില്ല. ഈ മാറ്റങ്ങളൊക്കെ നടക്കുമ്പോഴും അവയ്ക്കെല്ലാം ആധാരമായി മാറാത്തൊരു സത്യം മാലയിൽ നൂലെന്ന പോലെ അനുസ്യൂതമായി നമ്മൾ വർത്തിക്കുന്നുണ്ട്. അതിനെയാണ് ചൈതന്യവധ ആത്മാവ് എന്ന് പറയുന്നത്. ശുദ്ധബോധം, പ്രജ്ഞാനം എന്നൊക്കെ പറയുന്നതും അതിനെ തന്നെയാണ്. നമ്മുടെ ഈ മഹാവാക്യങ്ങളിലെ പ്രജ്ഞാനം ബ്രഹ്മ, ശുദ്ധബോധമാണ് ബ്രഹ്മം. ശുദ്ധബോധമാണ് ബ്രഹ്മം. അതിനകത്ത് വാസനയില്ല. വാസനയുള്ള ബോധമോ ശുദ്ധമായിട്ടുള്ള ബോധം, അതിനകത്ത് ഒന്നുമില്ല. ശുദ്ധബോധം ബ്രഹ്മമാണ്. അതാണ് നമ്മൾ പരമാത്മ. അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ കുറച്ചും കൂടെ മുമ്പ് ഫൈനായിട്ട് പോകുമ്പോൾ പരമാത്മാവ് വേറെ, ഈശ്വരൻ വേറെ. അതൊക്കെ നമുക്ക് ഇപ്പൊ ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ പരമാത്മാവിനെ ഈശ്വരൻ എന്ന് പറയുന്നു. പരമാത്മാവും ഈശ്വരൻ രണ്ടും രണ്ടാണ് കേട്ടോ. അത് നമുക്ക് കുറച്ചുകൂടെ ഹയറായിട്ട് മുമ്പോഴേ അത് മനസ്സിലാവുന്നേ. അപ്പോൾ ഈ ചൈതന്യമാണ് പരമാത്മ ചൈതന്യമാണ് ഈശ്വരൻ. പരമാത്മ ചൈതന്യം, പരമാത്മാവ്, അതാണ് ഈശ്വരൻ. അതെന്റെ വാസനയിലോട്ട് പ്രതിഫലിക്കുമ്പോഴാണ് ഞാനാവുന്നത്. അപ്പൊ ഞാനെന്ന് പറയുന്നത് ഈ വാസനയല്ല, ഈ പരമാത്മന്റെ അംശം വാസനയിൽ ചേർന്നിരിക്കുമ്പോൾ അതിനെ ജീവാത്മാവ്. വാസന മാറിക്കഴിഞ്ഞാൽ ഈ ജീവാത്മാവ് പരമാത്മാവും. മാറ്റമില്ല. ഒരു ഒരു കുളത്തിനകത്ത് ഒരു മൺകുടം കിടക്കുന്നു വിചാരിക്കുക. മൺകുടം കുളത്തിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കുടത്തിനകത്തും വെള്ളമുണ്ട്, കുടത്തിന്റെ പുറത്തും വെള്ളമുണ്ട്. ഈ കുളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുക. ഇതുപോലാണ് ആ കുടത്തിന്റെ ഉള്ളിലുള്ള വെള്ളം സെപ്പറേറ്റ് ആണോ? കുടത്തിന്റെ മാത്രമാണോ വെള്ളം? വെളിയിലുള്ള വെള്ളം തന്നെ ഉള്ളിൽ കയറി കിടക്കുന്നത്. ഈ കുടമാണ് നമ്മുടെ ശരീരം. കുടം പൊട്ടിയാലോ കുടത്തിലെ വെള്ളവും ഒരുമിച്ചാവുമെന്ന് പറയുമോ? രണ്ടും നേരത്തെ ഒന്നായിട്ടിരിക്കുക. നമുക്ക് ആ ഒരു കുടത്തിന്റെ ആഗ്രഹം ഉണ്ടായതിന്റെ ഉള്ളിലാണെന്ന് തോന്നല. ഈ ബ്രഹ്മം പരമാത്മ ചൈതന്യം എന്റെ ശരീരത്തിൽ കൂടെ വെളി വന്ന് ഇങ്ങനെ എല്ലാവരും കൂടെ ഞാൻ പറഞ്ഞു, അതിനൊരു ഗ്യാപ്പിലോ അതിന് സ്പേസില്ല, അതിന് നിറഞ്ഞു നിൽക്കുക, എങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. അതിന്റെ ഒരു അംശമാണ് ഞാൻ. വാസന അഴുക്ക് പുരണ്ടു പോയി എന്നുള്ളത് എന്റെ വാസനകളാന്ന്, എന്റെ കർമ്മഫലമാകുന്ന അഴുക്കുകൾ പുരണ്ടുപോയി. ഇതിനെ മാറ്റിയാലോ
ഞാൻ പരമാത്മ ചൈതന്യം, ഞാൻ ഈശ്വരനാ. ആ, എന്നൊക്കെ പറയുന്ന അതിനെ തന്നെ പരമ ശുദ്ധബോധം പ്രജ്ഞാനം എന്നൊക്കെ പറയുന്നു. അതിനെ തന്നെയാണ്. അനുഭവങ്ങൾ വന്നും പോയിരുന്നേക്കും. ആത്മാവ് അവയെ പ്രകാശിപ്പിക്കുന്നു, അറിയുന്നു. പരമാത്മ ചൈതന്യം അതിനെ പ്രകാശിപ്പിക്കുന്നു, പ്രതിഫലിപ്പിക്കുന്നു. അവയെ പ്രകാശിപ്പിക്കുന്നു, അറിയുന്നു. അവയൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ആത്മചൈതന്യത്തെ ആശ്രയിച്ചുകൊണ്ട് വിവിധ അനുഭവങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നും പോയും ഇരിക്കുന്നു. അനുഭവ പരമ്പരയാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്ന, അറിയുന്ന സാക്ഷി ചൈതന്യമായ ആത്മാവിന് മാറ്റമില്ല. ഈ അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ഈ ജീവാത്മാവിന് മാറ്റമില്ല. ഈ ജീവാത്മാവ് കർമ്മഫലം കാരണം പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ഈ ജീവാത്മാവ് മനുഷ്യന്മ എടുക്കുമ്പോഴേ ഈ കർമ്മഫലങ്ങളെ സാധനയിൽ കൂടി നിർമ്മാർജ്ജനം ചെയ്താൽ പിന്നെ ഞാൻ ആ ചൈതന്യമായി മാത്രം നിലനിൽക്കും. ചൈതന്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കുകയല്ല. ഞാൻ പറഞ്ഞില്ല, ഈ കുളത്തിലെ കിടക്കുന്ന കുളത്തിൻ്റെ അകത്തിലെ വെള്ളം പോലെ എന്നിൽ ഉള്ളിലും വെളിയിലും അല്ല. അത് തന്നെ ഞാൻ അതുമായിട്ട് അങ്ങ് എൻ്റെ വാസനകൾ ഇല്ലാതായി പിന്നെ പിന്നെ ഞാൻ പിന്നെ ജന്മം എടുക്കത്തില്ല, പിന്നെ ഞാൻ ശരീരം എടുക്കത്തില്ല. അപ്പൊ അങ്ങനൊരു അവസ്ഥയിലോട്ട് അതാണ് അതിനെയാണ് മോക്ഷാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമുക്കിത് വല്ലതും അറിയാവോ? നമുക്ക് ഈ ജീവിക്കുന്നത് മോക്ഷത്തിനാണെന്ന് പണ്ടത്തെ കാലത്തെ ആൾക്കാർ പക്ഷേ നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞ് കിട്ടേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത് മോക്ഷാവസ്ഥ. ആ മോക്ഷാവസ്ഥ കിട്ടുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ടതാ. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടേണ്ടത്. നമ്മൾ ഈ ചൈതന്യം ഇരിക്കുന്ന ഈ ശരീരം, ചൈതന്യവത്തായി ശരീരത്തിൽ ഇരുന്ന് വേണം ഈ ജീവാത്മാവിന് മോക്ഷം കിട്ടാൻ. അല്ല മരണശേഷം കിട്ടേണ്ട ഒരു അവസ്ഥയല്ല ഈ മോക്ഷാവസ്ഥ. അറിയുന്ന സാക്ഷി ചൈതന്യമായ ആത്മാവിന് മാറ്റമില്ല. കുട്ടിയായിരുന്നപ്പോൾ കുട്ടിക്കാലത്തെ ഞാൻ അറിഞ്ഞു, യുവാവായിരുന്നപ്പോൾ യൗവനദശയിലെ അനുഭവങ്ങളെയും ഞാൻ അറിഞ്ഞു. ഇപ്പോൾ വാർദ്ധക്യത്തിൽ വാർദ്ധക്യാനുഭവങ്ങളിലൂടെയും ഞാൻ വാർദ്ധക്യകാല അനുഭവങ്ങളെയും ഞാൻ അറിയുന്നു. ശുദ്ധ ബോധ സ്വരൂപിയായ ആത്മാവ് മാറുന്നില്ല. അതിന്റെ വെളിച്ചത്തിൽ വിവിധ അനുഭവങ്ങളും വരുന്നു പോകുന്നു. യാതൊരു ചൈതന്യത്തിന്റെ വെളിച്ചത്തിലാണോ എന്റെ ജീവിതാനുങ്ങളൊക്കെ ഞാൻ അറിയുന്നത്? യാതൊന്നിന്റെ അഭാവത്തിൽ ഈ ജീവിതം തന്നെ ഇല്ലാതായി തീരുമോ? എന്നിലെ സത്തയായ ആ ശുദ്ധബോധം ജനിമൃതികളില്ലാത്തതും സർവവ്യാപകവും ശാശ്വതവും പരിണാമരഹിതവും അപരിമേയവുമായ പരമാത്മാവത്രേ. ഈ ആത്മാവ് മാത്രം സത്യം, മറ്റെല്ലാം അസത്ത്. നമ്മളിലുള്ള പരമാത്മ ചൈതന്യമാണ് ദേശകാല പരിമിതികളില്ലാതിരിക്കുന്ന ഒരു എൻറ്റൈറ്റിയാണ്. അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഈ അസത്തിനെ മാത്രം. മറ്റേതോ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്. അതുകൊണ്ടാണ് ഈ അസത്തിനെ പറയുന്നത്. ബാക്കി ഇതിനെ ചൈതന്യവത്താക്കുക. ആ ചൈതന്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവിടെ സത്തിനെയും അസത്തിനെയും, അതായത് സത്യത്തെയും മിഥ്യയെയും, അഥവാ ആത്മാവിനെയും അനാത്മാവിനെയും തിരിച്ചറിയുന്നവരത്രേ തത്വദർശികൾ. സത്യത്തിന്റെ സ്വരൂപം പറയാൻ കേട്ടോളൂ. അത് നമ്മൾ ഈ അസത്ത്, സത്യം അസത്യം, ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു ഭ്രമമാണ്, ഞാൻ ശരീരമാണെന്നുള്ള നമ്മുടെ എല്ലാം നമ്മൾ ഉറച്ചിരിക്കുക. ഈ പറയുന്നെങ്കിലും ഞാൻ ശരീരമല്ലെന്ന് ഞാൻ ശരീരമാണെന്നുള്ള ഇതിലാണ് നമ്മളെല്ലാവരും ആ വാസനയായിട്ട് അത് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയത്. ഇപ്പം ഞാൻ ദേഹമാണ്, ഞാൻ ബുദ്ധിയാണെന്നുള്ള ഇതിലാണ്. പക്ഷെ നമ്മൾ ഈ നിരന്തര ചിന്തനത്തിലൂടെ വേണം മനസ്സിൽ ഇത് ഉറപ്പിക്കാൻ. ഒരു പ്രാവശ്യം നമ്മൾ ഇന്ന് കേട്ടെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അറിഞ്ഞു, ഇപ്പം എനിക്കറിയാം. പക്ഷേ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവർക്ക് ഇതിനെ നിരന്തരം ധ്യാനിക്കുക. അതിനാ നിരന്തര ചിന്തനമാണ് ധ്യാനം. നമ്മൾ ഇതിനെ നിരന്തരം, അതാ പറയാ, നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റപ്പോഴും ഉറങ്ങുന്നത് വരെ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകണം. നമ്മളിപ്പോൾ ചെയ്യുന്നത് കർമ്മം ചെയ്യുകയും ചെയ്യും, നമ്മുടെ മനസ്സിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും വേറെ വേണ്ടാത്ത ചിന്തകളിലോട്ട്. അതിനു പകരം ചെയ്യുന്ന കാര്യവും ഈ കാര്യം ചെയ്യാൻ, ഈ കർമ്മം ചെയ്യാൻ എന്നിലുള്ള ഈശ്വര ചൈതന്യത്തിലാണ് ഞാൻ ഈ ചെയ്യുന്നുള്ള ഉത്തമ ബോധ്യം വേണം. എൻ്റെ കഴിവ് എൻ്റെ പണത്തിലാണ്, എൻ്റെ ആരോഗ്യത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള നമ്മൾ അതിലൊക്കെയാണ് നമ്മുടെ മനസ്സ് വെക്കുന്നത്. ഈ ചൈതന്യം ഉണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഈ പ്രാരബ്ധം ഓടിക്കൊണ്ടിരിക്കുന്ന ഇതിലാണ്. ഈശ്വരന്റെ പ്രസൻസിലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുഃഖമായാലും സുഖമായാലും ഏതവസ്ഥകളും ഈ ഈശ്വര ചൈതന്യത്തിലാണ് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ തിരിച്ചറിയണം.
ഇപ്പൊ നമ്മളൊരു ഭ്രമാവസ്ഥയിലാണ്. ഈ ഭ്രമം നമ്മളിൽ നിന്ന് മാറണം. എൻ്റെ മനസ്സിൽ ആ ഭ്രമം ഉണ്ടാവരുത്. ഞാൻ ഈ സത്യവസ്തുക്കളെ ഞാൻ തിരിച്ചറിയണം. ഈ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ സത്യമല്ല, മാറ്റമുള്ളതാണ്. ഞാൻ ഇതിന് എൻ്റെ അനുഭവങ്ങളും മാറ്റമുള്ളതാണ്. അപ്പൊ ഇതിനെ ഒന്നും ഞാൻ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആവരുത്. ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടും ആ ശരീരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളുമായിട്ടും ഞാൻ അറ്റാച്ച്ഡ് ആവരുത്. ഇതെല്ലാം മാറ്റമുള്ളതാണ്. ഇതെല്ലാം നമ്മൾ വ്യാവഹാരിക തലത്തിൽ നമ്മുടെ ഇത് വ്യാവഹാരിക തലത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ. ഇത് എൻ്റെ മനസ്സിന്റെ ഭാവത്തിലായിരിക്കണം ഇത്. ഇപ്പൊ ഞാൻ ഇതെല്ലാം ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ കളയുന്നു, മക്കളെ കളയുന്നു, വീട്ടുകാരെ കളയുന്നു, ഞാൻ എൻ്റെ വസ്തുക്കളെല്ലാം വിട്ടുപോകുന്നു. ആ അത് വ്യാവഹാരികതയും ഇത് രണ്ടും പാരമാർത്ഥികതയും വെച്ചാൽ ആത്മീയത. ഈ ഭൗതികതയും ആത്മീയതയും നമ്മൾ പാരലായിട്ട് കൊണ്ടുപോകണം. രണ്ടിനെയും ഇന്റർമിങ്കിൾ ചെയ്യരുത്. അപ്പം നമ്മൾ വ്യവഹരിക്കുമ്പോൾ എൻ്റെ മൈൻഡിന്റെ ഭാവം ഇതായിരിക്കണം. പക്ഷെ ഈ വ്യവഹരിക്കുമ്പോൾ ഈ പ്രപഞ്ച ധർമ്മത്തിനനുസരിച്ച് വേണം, നമ്മുടെ ചുറ്റുപാടുള്ള ധർമ്മത്തിനനുസരിച്ച് വേണം ഞാൻ പ്രവർത്തിക്കാൻ. ജീവാത്മാവ് ആണും പെണ്ണുമല്ല, പക്ഷേ ശരീരം ആണും പെണ്ണുമാണ്. അതിൻ്റെതായ നിയമങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഞാനെന്ന് പറയുന്ന ജീവാത്മാവിന്റെ തലത്തിൽ ആണും പെണ്ണുമില്ല. അത് ശരീരത്തിന്റെ തലത്തിലാണ് ആണും പെണ്ണുമാകുന്നത്. അപ്പോൾ ഞാൻ ജീവാത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെയും പോകാവോ? അങ്ങനെ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ ഇതിനെ രണ്ടിനെയും പാരലായിട്ട് കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ഭൗതികതയിൽ മാത്രം ഇരിക്കുകയാണ്. നമ്മൾ ഭൗതികതയിൽ മാത്രം ഇരിക്കുന്നു. പക്ഷെ ഈ പാരമാർത്ഥ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിന്റെ ഭാവത്തിൽ ഇതുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ അനുഭവങ്ങളോട് നമ്മൾ അറ്റാച്ച്ഡ് ആവത്തില്ല. ഈ അറ്റാച്ച്മെന്റ് കൊണ്ടാണ് എനിക്ക് ദുരിതം ഉണ്ടാവുന്നത്. എൻ്റെ ദുരിതവും ദുഃഖവും എല്ലാം ഈ ആസക്തി കൊണ്ടാണ്. ആഗ്രഹം ഒരു തെറ്റുമല്ല, പക്ഷെ ആഗ്രഹത്തിലോട്ട് എനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒക്കത്തില്ല. ആസക്തി, അറ്റാച്ച്ഡ് ആവരുത്. കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം. ആ ഭാവത്തിലോട്ട് മനസ്സിനെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ദുരിതം ഉണ്ടാവത്തില്ല. ആഗ്രഹങ്ങൾ സബലീകരിക്കുകയും ചെയ്യാം, ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടുകയും ചെയ്യാം. പക്ഷേ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നിരാശയും വരത്തില്ല. അപ്പൊ നമ്മൾ ഒരു സ്വസ്ഥമായ ജീവിതത്തിലോട്ട് നമ്മൾ ഈ പാരമാർത്ഥ സ്ഥലങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, നമുക്ക് നാളെ കാണാം.